ശ്രീ സജീഷ്, ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചതിക്ക് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് താങ്കൾ. കോൺഗ്രസ്സുകാർ സംരക്ഷിച്ചില്ലെങ്കിൽ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം, ഈ വലിയ വിഷയങ്ങളുണ്ടായി, 2,60,00,000 രൂപയുടെ ബാധ്യത ഉണ്ടായി, അതിനുശേഷം കോൺഗ്രസ്സുകാർ ഇടപെട്ടു എന്ന് പറയുന്നു. ടി സിദ്ദിഖുമായി ചേർന്ന ഒരു കരാർ ഒപ്പിട്ട്, അവിടെയാണ് ഏറ്റവും ചതി എന്ന് പറയുന്നത്. ടി സിദ്ദിഖുമായി ഉണ്ടാക്കിയ ഒരു കരാർ, ജൂൺ 30-നകം എല്ലാ ഇടപാടുകളും തീർത്തു കൊടുക്കാം. ജൂലൈ 30 കഴിഞ്ഞു, ഓഗസ്റ്റ് 30 കഴിഞ്ഞു. ആ കരാർ എഴുതിയതിൻ്റെ പിറ്റേന്ന് സി സിദ്ദിഖിൻ്റെ PA വന്ന് അഭിഭാഷകൻ്റെ നിന്ന് കരാർ മേടിച്ചുകൊണ്ട് പോവുകയാണ്. ചതി എന്ന് മാത്രമല്ല, ഒരു ചതിയിൽ തുടങ്ങുന്നു, ഒരു ചതിയിൽ തുടങ്ങി 2 പേരുടെ ജീവൻ എടുക്കുന്നു, അതിനുശേഷം ആ കുടുംബത്തിന് ചില ഉറപ്പുകൾ നൽകുന്നു. അതിനിടെ തന്നെ എന്തൊക്കെ അപമാനങ്ങൾ കെ സുധാകരൻ അടക്കമുള്ളവർ നടത്തിയത്, VD സതീശൻ അടക്കമുള്ളവർ നടത്തിയത്. ഒരു കുടുംബത്തെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു കോൺഗ്രസ് കുടുംബമില്ല. വീണ്ടും വീണ്ടും ചതിയിൽ നിന്ന് കൂടുതൽ ചതിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കരാറാണ് ഏറ്റവും അവസാനത്തെ വിഷയം. ആ കരാർ കൂടി എടുത്തു കളഞ്ഞിരിക്കുന്നു സിദ്ദിഖ്. തീർച്ചയായും ഇത് ഏവരെയും വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്ന സംഭവവികാസങ്ങളാണ് ഇതിൽ നടന്ന ചതിയെല്ലാം തന്നെ. ഒന്ന്, ഇവിടെ ഈ ചതിയുടെ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ ഈ പേര് പോലും മറന്നുപോയിരിക്കുകയാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോട് ചോദിക്കുകയാണ്, NM വിജയൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്തായി എന്ന ചോദ്യം ചോദിക്കുമ്പോൾ എവിടുത്തെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എവിടുത്തെ? കേരളത്തിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നിങ്ങൾക്കാർക്കെങ്കിലും എവിടുത്തെ NM വിജയൻ എന്ന ചിന്ത മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? മലയാളികളുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇത്രയേറെ തറച്ചുപോയത്? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് മറന്നുപോയത്? ആ മനുഷ്യൻ സ്വന്തം മകന് വിഷം കൊടുത്ത് മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന മകന് താനില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇത് മനസാക്ഷിയുള്ളവർക്ക് മറക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണോ? മനസാക്ഷിയില്ല കോൺഗ്രസ്സിന്, അതാ പ്രശ്നം. മനസാക്ഷിയില്ലാത്ത ഈ കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ടി സിദ്ദിഖ് ആയാലും ശരി, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ശ്രീ ഷണ്ണി ജോസഫ് ആയാലും ശരി, അവരെല്ലാം മനസാക്ഷിയില്ലാതെ പെരുമാറും. നമുക്ക് മലയാളികൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ വേണ്ടി പറ്റുന്നതാണോ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു മനുഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് നല്ല നിശ്ചയദാർഢ്യമൊക്കെ ഉണ്ടാവുമല്ലോ, ഇനി ഒരു മാർഗവുമില്ല എന്ന് കാണുമ്പോഴാണല്ലോ അദ്ദേഹം ഈ വഴിയിലേക്ക് പോയത്. ഇവിടെ ആ ചതി ഇവിടെ ചെയ്തിരിക്കുന്നു. അത് ടി സിദ്ദിഖ് ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട പത്മജ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം ഇത്രയും അനുഭവം അവരുടെ മുന്നിലേക്കുണ്ട്. ശ്രീ NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അവർ നന്നായി വായിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ചതിച്ചത്, എങ്ങനെയും ചതിക്കും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇപ്പോഴത്തെ DCC പ്രസിഡൻറ്റും അവിടുത്തെ MLAയും എല്ലാം എങ്ങനെയാണ് എന്നും അവർ ചതിക്കുമെന്നെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ വിശ്വസിച്ചു പോയി ഈ കോൺഗ്രസ്സിനെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ആ എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ എന്തൊരു കൗശലമാണ്! നിങ്ങളുടെ കയ്യിലും വേണ്ട, ഞങ്ങളുടെ കയ്യിലും വേണ്ട, വക്കീലിൻ്റെ കയ്യിൽ കിടക്കട്ടെ, എന്നിട്ട് പിറ്റേ ദിവസം വക്കീലിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കൊണ്ട് കളയുക. ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? എന്നിട്ട് ഇവിടെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ സുഹൃത്ത് റജി വന്നിട്ട് പറയുകയാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇതിൽ ആത്മഹത്യ മാത്രമല്ല, ഒരു കൊലപാതകമാണ്. ജിജേഷിൻ്റെ മരണം യഥാർത്ഥത്തിൽ കൊലപാതകമാണല്ലോ. ആ കുട്ടി ആഗ്രഹിച്ചിട്ടല്ലല്ലോ ആ കുട്ടി മരണപ്പെടുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യല്ലോ. പിന്നെ ആത്മഹത്യയുടെ ഒരു പരമ്പരയുണ്ടല്ലോ. നിങ്ങളുടെ പാർട്ടി ഓഫീസിലല്ലേ ശ്രീ PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കെട്ടിത്തൂങ്ങി മരിച്ചത്? പാർട്ടി ഓഫീസിനകത്ത്. അത് ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായും നിങ്ങളുടെ സാമ്പത്തികമായും മാനസികമായും തകർക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലടം എന്ന് പറയുന്ന മനുഷ്യൻ, കോൺഗ്രസിൻ്റെ നേതാവ്, വാർഡ് മെമ്പർ, മണ്ഡലം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതും അവിടെയും ആത്മഹത്യാക്കുറിപ്പിൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ പേരെഴുതി വച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാദേശിക പ്രശ്നമെന്ന് പറയുകയാണ്. ഈ മരിച്ചവരും ആത്മഹത്യ ചെയ്യപ്പെട്ടവരും അതിന് കാരണമായിട്ടുള്ളവരുമൊക്കെ KPCCയുടെ സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും DCCയുടെ പ്രസിഡന്റുമാരും ഒക്കെയായി പ്രവർത്തിച്ച ആളുകളാണ്. KPCC എന്ന് പറഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നല്ലേ? അത് വയനാട് ഏതെങ്കിലും ഒരു പ്രാദേശികമായ കേന്ദ്രത്തെക്കുറിച്ച് പറയുന്നതാണോ? അല്ലല്ലോ. എന്നിട്ട് അതിനെ വളരെ ലഘൂകരിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ
5 പേരാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് കോൺഗ്രസ്സുകാരായി എന്നതുകൊണ്ട് മാത്രം. അവരുടെ കുടുംബത്തിനാണ് വലിയ നഷ്ടമുണ്ടായിട്ടുള്ളത്. 10 വർഷം എന്ന് പറയുമ്പോൾ അധികാരം നഷ്ടപ്പെട്ട 10 വർഷം. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എന്തും ചെയ്യും എന്നായി മാറിയ കോൺഗ്രസ് ക്രിമിനൽ സംഘം, ആ സംഘമാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത്. അതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണം. ഓരോ വിഷയം വരുമ്പോഴും തൽക്കാലം ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുക എന്നതാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രീ എൻ.എം. വിജയൻ്റെ മരുമകൾക്ക് ആത്മഹത്യ ചെയ്യുന്നതിന് ശ്രമത്തിൻ്റെ മുമ്പ് എഴുതി വെച്ച ആ വാചകമുണ്ടല്ലോ, കൊലയാളി കോൺഗ്രസ്സെ നിനക്കിതാ ഒരു ഇര കൂടി എന്നാണ് എഴുതി വെച്ചത്. അവർ മരണപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു പറയുക? ഇതിലപ്പുറം ഒരാൾക്ക് ജീവിതം നഷ്ടപ്പെടുമ്പോൾ, സ്വന്തം ജീവിതം ത്യജിച്ച് കളയുമ്പോൾ ഇതിലപ്പുറം എന്താണ് കോൺഗ്രസ്സെ എഴുതി വെക്കാനുള്ളത്? അതുകൂടി പറയണ്ടേ? ഇവിടെ കോൺഗ്രസിൻ്റെ ദേശീയ പാരമ്പര്യത്തെ വെച്ച് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് സുഹൃത്തെ. ദേശീയ പാരമ്പര്യത്തിൽ തൊട്ട് തുടങ്ങുന്നുണ്ട് ഈ പ്രവണത. ഇനി കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം പറയാം. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ ആൾ ആരാണെന്ന് ശ്രീ റജിക്ക് അറിയാമായിരിക്കുമല്ലോ. അത് മൊയാരത്ത് ശങ്കരനാണ്. ആ മൊയാരത്ത് ശങ്കരനെ അടിച്ചു കൊന്നുകൊണ്ട് ആരംഭിക്കുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേശീയ ചരിത്രവും കേരളത്തിലെ ചരിത്രവും പറഞ്ഞുകൊണ്ട് ഇതിനെയെല്ലാം മായ്ച്ചു കളയാമെന്ന് നിങ്ങൾ കരുതരുത്. അത് മാത്രമേ പറയാനുള്ളൂ. വഞ്ചനയുടെ പേരായി കോൺഗ്രസ് മാറുന്നു. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു വർഗം, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നൊരു വർഗം, അതായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് രക്ഷയില്ലാതായി മാറിയിരിക്കുന്നു, വിശ്വസിക്കാൻ കഴിയാതായി മാറിയിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിലെ നിങ്ങളുടെ അണികൾ ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുക? ഇങ്ങനെ ചതിക്കുന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് അണികൾ വിശ്വസിക്കുക? നേതാക്കന്മാർ ചതിയിൽപ്പെട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അണികൾ ഈ കോൺഗ്രസിനെ വിശ്വസിക്കുക? എങ്ങനെയാണ് അനുഭാവികൾ വിശ്വസിക്കുക? എങ്ങനെയാണ് കോൺഗ്രസിനെ ഈ നാട് വിശ്വസിക്കുക? അതിനല്ലേ മറുപടി പറയേണ്ടത്.